യേശുവേ ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല, എൻ കൂടെയിരിക്കും. യേശുവേ ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ കൂടെയിരിക്കും യേശുവേ ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല, കൂടെയിരിക്കും. യേശുവേ ഞാൻ അങ്ങേ വിട്ടു ദൂരെ പോകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അക്കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ മരണശേഷം താൻ സ്വർഗത്തിങ്കിലേക്ക് കടന്നു പോകുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ അവിടെ പത്രോസ് നിൽക്കുന്നതായിട്ട് താൻ കണ്ടു. താൻ പത്രോസിനെ കണ്ടപ്പോൾ അവിടെ നിന്നു. പത്രോസ് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണം. അവൻ ചോദിച്ചു, ഞാൻ എന്താ നിന്നോട് സംസാരിക്കേണ്ടേ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് പറയണ്ടേ? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യാദികൾ നീ അങ്ങോട്ട് പ്രസ്താവിച്ചാൽ മതി. ആ പ്രസ്താവനകൾക്കനുസൃതമായിട്ട് ഞാൻ ഓരോ പോയിന്റുകൾ നിനക്കിടും. ഒരു 100 പോയിന്റ് നേടുവാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലായിരിക്കുന്നപ്പോൾ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എനിക്കിടയായി. ഏറ്റവും പരമപ്രധാനമായി ഞാൻ എല്ലാ ഞായറാഴ്ചയിലും ദൈവത്തെ ആരാധിക്കുവാൻ മറന്നിട്ടില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ മറക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ എൻ്റെ സമയമെല്ലാം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കൊള്ളാം, നല്ല കാര്യമാണ്. നീ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തു. ഞായറാഴ്ചകൾ ഒരിക്കലും നീ ദൈവത്തെ ആരാധിക്കുവാൻ മറന്നുപോയിട്ടില്ല. ശരിയാണ്, നല്ലതാണ്. നീ ആ ചെയ്ത നല്ല പരിപാടികൾക്ക് ഞാൻ നിനക്കൊരു 3 പോയിന്റ് നൽകി തരാം. അവൻ പറഞ്ഞു, 3 പോയിന്റേ ഉള്ളൂ ഇതിന്. അവൻ പറഞ്ഞു, 3 പോയിന്റേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ദശാംശമെല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റേത് ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. ദൈവത്തിന് കൊടുക്കുവാനുള്ളതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്തു. അത് കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, കൊള്ളാം, നല്ല പരിപാടിയാ. നീ ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ഞാൻ നിനക്ക് 2 പോയിന്റ് നൽകി തരാം. അവൻ പറഞ്ഞു, അയ്യോ, 3 2 5 പോയിന്റിലേ ആയുള്ളൂ. എനിക്കിനി 95 പോയിന്റ് ആവശ്യമാണല്ലോ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? പത്രോസ് പറഞ്ഞു, കുഴപ്പമില്ല, നീ ചെയ്ത നല്ല പരിപാടികളൊക്കെ അങ്ങ് പറഞ്ഞേ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ പാവപ്പെട്ടവരെല്ലാം താമസിക്കുന്ന ഇടത്ത് പോയി അവരുടെ മധ്യത്തിൽ നല്ല ചില ചാരിറ്റബിൾ വർക്ക്സൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതിന് എനിക്ക് എന്തെങ്കിലും നല്ല പോയിന്റ് നൽകി തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ പത്രോസ് പറഞ്ഞു, അതും കൊള്ളാം, നല്ല പരിപാടി നീ ചെയ്തേ. നീ ഭൂമിയിലായിരുന്നപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന ആ ഇടങ്ങളിലേക്കെല്ലാം കടന്നുപോയി നീ ചാരിറ്റബിൾ വർക്ക്സൊക്കെ ചെയ്തത് കൊണ്ട് നിനക്ക് ഞാൻ 3 പോയിന്റ് നൽകി തരാം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാം കൂടി 8 പോയിന്റിലേ ആയുള്ളൂ.
അവൻ പറഞ്ഞു, ഇല്ല നീ വീണ്ടും പറഞ്ഞു, നിന്റെ നല്ല പരിപാടികൾ പറഞ്ഞു. അങ്ങനെ അവൻ അനവധി പരിപാടികൾ പറഞ്ഞു. ഓരോന്നിനും ഒന്നും രണ്ടും പോയിന്റുകൾ മാത്രമേ പത്രോസ് കൊടുത്തുള്ളൂ. ഏറ്റവും ഒടുവിൽ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ല സമയമെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴവൻ പറഞ്ഞു, കൊള്ളാം, അത് നല്ല പരിപാടിയാ, അതിന് വേണമെങ്കിൽ നിനക്കൊരു 5 പോയിന്റ് നൽകി തരാം. അങ്ങനെ എല്ലാം കൂടി ഒരു 10, 15, 20 പോയിന്റിനകത്ത് അവൻ എത്തപ്പെട്ടുള്ളൂ. ഇത്രയും എത്തിയപ്പോൾ ഈ മനുഷ്യൻ വല്ലാണ്ട് അങ്ങ് പൊട്ടിത്തകർന്നു. അവൻ അവസാനം പറഞ്ഞു, ഞാൻ ചെയ്ത എല്ലാ നല്ല പരിപാടികളും പറഞ്ഞിട്ടും എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ പോയിന്റുകൾ ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, ഇനി ഞാൻ സ്വർഗത്തിങ്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എനിക്കൊരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാ. ആ ദൈവകൃപ എനിക്ക് ലഭ്യമായാൽ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇത് കേട്ട മാത്രയിൽ പത്രോസ് പറഞ്ഞു, ഇപ്പോൾ നീ രക്ഷപ്പെട്ടു, നിനക്കിപ്പോൾ 100 പോയിന്റും കിട്ടി. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യന് ആവശ്യമായത് അവന് നല്ല പ്രവൃത്തികളല്ല, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ ഏതോ കർമ്മപരിപാടികളല്ല, അത് ദൈവകൃപയാണെന്നുള്ള ബോധ്യം നിനക്ക് വന്നതുകൊണ്ട് ഞാൻ നിനക്ക് 100 പോയിന്റ് നൽകി തരികയാണ്, നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രി തീത്തോസിന്റെ ലേഖനത്തിലേക്കാണ് നാം നടന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ വെച്ചാണ് ഈ തീത്തോസിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായത്. ഏകദേശം ഒരു നീണ്ട 15 വർഷകാലഘട്ടം ഈ തീത്തോസ് പൗലോസിനോടൊപ്പമായിരുന്നു. ജെറുസലേം കൗൺസിൽ മുതൽ ഏകദേശം പൗലോസിന്റെ 1ാമത്തെ ഇംപ്രിസൺമെന്റ്, 2ാമത്തെ ഇംപ്രിസൺമെന്റ്, തൻ്റെ മരണകാലയളവുകൾ വരെയും പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട വർഷങ്ങൾ പൗലോസിനോടൊപ്പമായിരുന്ന തീത്തോസ് ഒരിക്കൽ പൗലോസ് കൊരിന്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ താൻ ക്രേത്തയിൽ സ്ഥാപിച്ച സഭയിൽ ഒരു നല്ലൊരു സഭാപ്രവർത്തകനെ ആക്കി വെക്കണമെന്നൊരു ചിന്താഗതി പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ഉയർന്നു വന്നപ്പോൾ പൗലോസ് മറ്റൊന്നും ചിന്തിച്ചില്ല. തന്നോടൊപ്പം നീണ്ട 15 വർഷങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നോടൊപ്പമായിരുന്ന തീത്തോസിനെ തിരഞ്ഞെടുത്തിട്ട് ക്രേത്തയിലെ സഭയിലേക്ക് ആക്കി വെക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ജീവിതത്തിൽ ആവശ്യമായ വ്യക്തമായ കടമകൾ അവൻ എന്തെല്ലാം നിർവഹിക്കണം, അവൻ എന്തെല്ലാം പ്രവർത്തിക്കണം എന്നിത്യാദി വിഷയാദികളാണ് ഇതിൻ്റെ 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. സകലവിധമായ പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ ദൈവകൃപ പ്രത്യക്ഷമാകുവാൻ തക്കവണ്ണം ഇടവന്നുവല്ലോ എന്നൊരു പദമാണ് ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് വെർഷനകത്ത് പൗലോസ് പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്ന പദങ്ങൾ. ദൈവത്തിന്റെ കൃപ എന്ന വിഷയത്തെക്കുറിച്ച് പൗത്രോസ് സംസാരിച്ചിരിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ കൃപ എന്ന വിഷയത്തെക്കുറിച്ച് ഫിഷക്കുരനായ ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിഷക്കുരനായ ലൂക്കോസ് അതിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 4ാമത്തെ അധ്യായം 33ാമത്തെ വാക്യത്തിലും, പൗലോസ് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യത്തിലും 7ാമത്തെ വാക്യത്തിലും, പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യത്തിലും ദൈവകൃപയെക്കുറിച്ച് വ്യക്തമായി ചില കാര്യാദികൾ പ്രസ്താവിക്കുന്നുണ്ട്. പത്രോസ് ദൈവകൃപയെക്കുറിച്ച് പറഞ്ഞ പദം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, മാനിഫോൾഡ് ഗ്രേസ് എന്നാണ്. വിവിധ മുഖങ്ങൾ അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ മനുഷ്യന് ദർശിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ കൃപ. പൗലോസ് ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവകൃപയെക്കുറിച്ച് പൗലോസ് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ മഹത്വമേറിയതാണ്, മാത്രമല്ല അത് ധനമഹാത്മ്യമുള്ളതാണ്. ലൂക്കോസ് എന്ന് പറയുന്ന ഭിക്ഷുകരൻ ഒരിക്കൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 33ാമത്തെ വാക്യത്തിലാണ് ദർശിക്കുവാൻ കഴിയുന്നത്. അവിടെ അപ്പോസ്തലനായ ഈ പൗലോസും അതേ പത്രോസും എല്ലാം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ലൂക്കോസ് ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ കൃപ സർവ്വ അനുഗ്രഹങ്ങളാലും നിറയപ്പെട്ട സമ്പുഷ്ടമായ ഒരു സംഭവം എന്നാണ്. അർത്ഥത്തിൽ ദൈവത്തിന്റെ കൃപ മഹത്വമേറിയതാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അത് ആശയ സമ്പുഷ്ടമാണ്. ദൈവത്തിന്റെ ദൈവകൃപ അനുഗ്രഹ സമ്പൂർണമാണ്. ദൈവത്തിന്റെ ദിവ്യകൃപ ധനമാഹാത്മ്യമുള്ളതാണ്. ദൈവത്തിന്റെ ദിവ്യകൃപ ഏറ്റവും നല്ല വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സകല ആവശ്യങ്ങളെയും പരിപൂർണമായി നിറവേറ്റി തരുവാൻ കഴിവുള്ളതാണ് ആ ദൈവത്തിന്റെ കൃപ.
ഹല്ലേലൂയ. ഒരിക്കൽ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ സഫീഷ്യന്റ് എന്നാണ്. അർത്ഥത്തിൽ നാം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് പരിപൂർണമായ ഫലസമാപ്തി വരുത്തി തരുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് ദൈവത്തിന്റെ കൃപ എന്നാണ് പൗലോസ് അവിടെ പ്രസ്താവിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ പൗലോസും പത്രോസും മാത്രമല്ല ലൂക്കോസും ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് വ്യക്തമായി അനവധി ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അയ്യോ, എന്റെ കയ്യിൽ അമേരിക്കയിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള പണമില്ലല്ലോ, എനിക്ക് അവിടെ എത്തപ്പെടുവാൻ തക്കതായ സമ്പത്തിന്റെ കരങ്ങളിലില്ലല്ലോ, ഇതെല്ലാം ഓർത്ത് ഈ മനുഷ്യൻ ഭാരപ്പെട്ടു. അവസാനം അവനൊരു കാര്യം ചെയ്തു. അവന്റെ സകല സർവ്വശക്തിയും ഉപയോഗിച്ച് അവന്റെ സർവ്വബലവും ഉപയോഗിച്ച് അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അനേക നാളുകൾ അവൻ പണിയെടുത്ത് അവൻ നല്ലൊരു തുക സ്വരൂപിച്ചുണ്ടാക്കി. ഇവൻ ഉണ്ടാക്കി വെച്ച് സുഖ എടുത്തുകൊണ്ട് അവൻ ഒരു കപ്പലിനരികിലേക്ക് ചെന്നിട്ട് അതിനകത്തുള്ള എല്ലാ അധികാരികളോട് സംസാരിച്ചു. എനിക്ക് അമേരിക്കയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കപ്പലിലൊന്ന് യാത്ര ചെയ്താൽ എനിക്ക് അമേരിക്കയിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം സാധ്യമാകുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ആ കപ്പലിലെ കപ്പിത്താൻ പറഞ്ഞു, ഈ കപ്പലിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് ചെല്ലുവാൻ ഇത്രമാത്രം തുക നീ നൽകി തരണം. അവൻ പറഞ്ഞു, അത്രയും തുക നൽകി തരുവാൻ എന്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. അപ്പോൾ ആ കപ്പിത്താൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് നീ വലിയ ധനാഠ്യനൊന്നും തോന്നുന്നില്ലല്ലോ, നീ വലിയ ദരിദ്രനാണല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ലഭ്യമായ സമയം മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അമേരിക്കയിലേക്ക് പോകുവാൻ ആവശ്യമായ പണം ഞാൻ സമ്പാദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കപ്പിത്താൻ അവൻ ആ കപ്പലിൽ യാത്ര ചെയ്യുവാൻ ആവശ്യമായ ടിക്കറ്റുകൾ നൽകി കൊടുത്തു. അവന് മാത്രമല്ല ലഭ്യമായത് അവന്റെ ഭാര്യയ്ക്ക്, അവന്റെ 2 മക്കൾക്ക് അത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കപ്പൽ യാത്രയിലേക്ക് പുറപ്പെടുവാൻ ആവശ്യമായ ടിക്കറ്റുകൾ ലഭ്യമായ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് ചെന്നു. മക്കളോട് പറഞ്ഞു, നാം അമേരിക്കയിലേക്ക് പോകുകയാണ്. അവർ അമേരിക്കയിലേക്ക് പോകുവാനുള്ള ദിവസം വന്നെത്തി. അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേർന്ന് ആ കപ്പലിലേക്ക് യാത്ര പുറപ്പെട്ടു. അവർ 1, 2, 3, 4, 5 ദിവസങ്ങൾ ഇവരുടെ കൺമുമ്പിലുണ്ട്. ഈ 5 ദിവസങ്ങളിലും ഇവർക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം ഈ അപ്പൻ സ്വരൂപിച്ചു വെച്ചു. താൻ വിചാരിച്ചു, ഈ കപ്പലിനകത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ മക്കൾക്കും എനിക്കും എന്റെ ഭാര്യയ്ക്കും ആവശ്യമായ ഭക്ഷണം ഞങ്ങൾക്ക് സ്വരൂപിച്ച് വെക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നില്ല എങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെടുമെന്ന് ഓർത്തുകൊണ്ടാണ് ഈ അപ്പൻ അത് ചെയ്തത്. കപ്പൽ യാത്ര തുടങ്ങി. 1-ാമത്തെ ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എത്തി. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ഇവർ സാൻഡ്വിച്ച് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ ദിവസവും 2-ാം ദിവസവും മക്കളൊന്നും പരാതിപ്പെട്ടില്ല. 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, അപ്പാ 1-ാമത്തെ ദിവസം മുതൽ ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ച് ദുഃഖപ്പെടുകയാണ്. രാവിലെ സാൻഡ്വിച്ച്, ഉച്ചയ്ക്ക് സാൻഡ്വിച്ച്, വൈകുന്നേരം സാൻഡ്വിച്ച്. ഇത് ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഞങ്ങൾ ഒരു ദിവസമല്ല കഴിച്ചിരിക്കുന്നത്, ഞങ്ങൾ 2 ദിവസമല്ല കഴിച്ചിരിക്കുന്നത്, ഞങ്ങൾ 3 ദിവസമായി ഇത് ഭക്ഷിക്കുകയാണ്. അപ്പൻ പറഞ്ഞു, മക്കളെ എനിക്ക് സാൻഡ്വിച്ച് അല്ലാതെ മറ്റും നൽകി തരുവാൻ എന്റെ കരങ്ങളിലില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കരങ്ങളിൽ ഒരു നാണയം ഇരിപ്പുണ്ടോ, ഒരു നിക്കൽ ഇരിപ്പുണ്ടോ, ഇതുമായി നീ ചെന്ന് ഈ കപ്പലിനകത്തുള്ള റെസ്റ്റോറന്റിലേക്ക് ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടത്തെ മനുഷ്യനോട് പറയണം, എന്റെ കയ്യിൽ ഒരൊറ്റ നിക്കൽ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് എനിക്ക് തരുവാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് തരിക എന്ന് പറയണം. ഇത് കേട്ടിട്ട് ആ മകൻ അപ്പന്റെ കയ്യിലിടുന്ന നിക്കലും മേടിച്ചുകൊണ്ട് ആ കപ്പലിനകത്തുള്ള റെസ്റ്റോറന്റിലേക്ക് ചെന്നു. എന്താ സംഭവിച്ചതറിയാമോ? നിമിഷങ്ങൾ കഴിഞ്ഞു. അതേ അപ്പൻ മകനെ വിട്ടിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ഏകദേശം 1 മണിക്കൂറായി. അപ്പൻ മകനെ കാണാതെ വിഷമിക്കുവാൻ തുടങ്ങി. മകൻ പോയിട്ട് ഇപ്പോൾ മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മകൻ മടങ്ങി വന്നു. മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ഞെട്ടിപ്പോയി. കാരണം മകന്റെ മുഖം മുഴുവനും അതേ ഐസ്ക്രീമിന്റെ പാടുകളും, മുഖം മുഴുവനും താൻ തിന്നുകൂട്ടിയ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളും തന്റെ മുഖത്തും ശരീരത്തും കാണുവാൻ തക്കവണ്ണമിടയായി. അപ്പൻ ചോദിച്ചു, നിനക്ക് എന്താ സംഭവിച്ചേ? ഒരൊറ്റ നിക്കലുമായിട്ടാണല്ലോ നീ കടന്നുപോയത്, ഇപ്പോൾ നിനക്ക് എന്താ ഉണ്ടായേ? മകൻ പറഞ്ഞു, അപ്പാ അപ്പനൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പനെ കപ്പലിനകത്ത് കയറി പറ്റുവാൻ ആവശ്യമായ ടിക്കറ്റ് എടുത്തപ്പോൾ ഈ 5 ദിവസവും ആവശ്യമായ ഭക്ഷണത്തിന് കൂടിയുള്ള പണം അടച്ചിട്ട് അപ്പൻ കയറിയേ. പക്ഷെ അപ്പൻ ടിക്കറ്റ് എടുത്തെങ്കിലും തനിക്ക് ആവശ്യമായ ഭക്ഷണം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം അപ്പൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൻ വല്ലാതെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ചെന്നപ്പോൾ ഫുഡ് ഫ്രീ ആണെന്ന് മനസ്സിലായി. എനിക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം ഞാൻ വാരി നിറച്ചെടുത്ത് ഭക്ഷിച്ചിട്ട് ഇപ്പോൾ ഞാൻ സന്തോഷമുള്ളവനായി കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വന്ന പല വ്യക്തികളും, രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച പല വ്യക്തികളും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്ന സകല അനുഗ്രഹങ്ങൾക്ക് മോഹരിക്കാരാണ്. തങ്ങൾ സകല അനുഗ്രഹത്തിന് മോഹരിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ടും പലപ്പോഴും ദാരിദ്ര്യത്തിലും വേദനയിലും നിരാശയിലും കഴിഞ്ഞുകൂടുകയാണ് ദൈവത്തിന്റെ പൈതങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ. ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു
പറയാം, നീ ക്രിസ്തുവിന്റെ മാർഗത്തിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഒരു നിലവിളിയുടെ മധ്യത്തിലോ ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിലോ ഒരു ഉപവാസത്തിന്റെ മധ്യത്തിലോ അല്ല നീ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാലാണ്. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കൃപ അത് ദൈവിക മഹാത്മ്യമേറിയത്. 2 ദൈവത്തിന്റെ കൃപ അത് ആശയ സമ്പുഷ്ടമായത്. 3 ദൈവത്തിന്റെ കൃപ അത് അനുഗ്രഹം കൊണ്ട് നിറയപ്പെട്ടത്. വീണ്ടും ദൈവത്തിന്റെ കൃപ മനുഷ്യന്റെ സകല ആവശ്യങ്ങളും പരിപൂർണമായി നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ളത്. അത്തരത്തിലുള്ള ദൈവത്തിന്റെ കൃപയുടെ മധ്യത്തിലാണ് ഇന്ന് രാത്രി കാലം നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയെ കുറിച്ച് വേദപുസ്തകം ഇനിയും എന്താ സംസാരിക്കുന്നത്? വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ കൃപയെ കുറിച്ച് അൺമെറിറ്റഡ് ലവ്, അർത്ഥം യോഗ്യതയില്ലാത്ത മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം യോഗ്യതയുള്ളവനായി കണ്ടിട്ട് അവനെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. എന്താണ് ദൈവത്തിന്റെ സ്നേഹം എന്ന ദൈവകൃപ? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നാം പാപികളായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം അതേ തന്റെ ദിവ്യ സ്നേഹം ക്രൂസിലെ ക്രിസ്തുവിന്റെ മരണത്തിൽ പ്രദർശിപ്പിക്കുവാൻ ഇടയാക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ കൃപ കാൽവരി കൊലമരത്തിന്റെ മധ്യത്തിലാണ് വെളിപ്പെടുന്നുവെങ്കിൽ കാൽവരി ക്രൂസിൽ അതേ മരിച്ച് 3 ആളുകൾ തൂങ്ങി കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് നിനക്ക് എന്തോ കണ്ടിട്ട് പോയെന്ന് പറയുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപയെ കണ്ടിട്ടാ നീ കടന്നു പോയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം സ്വർഗത്തിലെ ദൈവത്തിനൊരു സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിനെ സ്നേഹിക്കുവാൻ മനുഷ്യനോട് മനോഭാവമുണ്ടെങ്കിൽ ദൈവം ആ സ്നേഹത്തെ കാൽവരി കൊലമരത്തിലെ പ്രദർശിപ്പിച്ചത്. ഇന്ന് രാത്രി കാലം ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് പ്രസ്താവിക്കുവാനുള്ളത്, പ്രിയ പൈതലേ, നീ കാൽവരി കൊലമരത്തിൽ കാണുന്നത് മറ്റൊന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് നീ ക്രൂസിൽ കാണുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവത്തിന്റെ ഭക്തൻ ഇങ്ങനെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ കൃപ എന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിലുമാണ് ദൈവത്തിന്റെ കൃപയെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. ദൈവത്തിന്റെ കൃപ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസൻസിൽ അതേ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എന്താ രേഖപ്പെടുത്തുന്നത്? അവിടെ ഇങ്ങനെ പറയും, അതേ സ്വർഗത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. വേദപുസ്തകം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്താണ് ദൈവത്തിന്റെ വചനം? ദൈവത്തിന്റെ വചനം എന്ന പദത്തിന് വേദപുസ്തകത്തിലുടനീളം നിങ്ങൾ കടന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന അർത്ഥം മറ്റൊന്നല്ല, യേശു ക്രിസ്തു എന്നാണ്. യേശു എന്ന പദത്തിനാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകൾ. ആ വാക്കുകൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ നാം അവന് യേശു ക്രിസ്തു എന്ന് പേരിട്ടു. ഹലോ, ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വന്ന ആശയങ്ങൾ വാക്കുകളായി പുറത്തേക്ക് വന്നു. ആ വാക്കുകൾ കൃപ നിറഞ്ഞു, സത്യം നിറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനായി പാർത്തപ്പോൾ നാം അവൻ യേശു ക്രിസ്തു എന്ന് വിളിക്കുവാനിടയായി. അർത്ഥത്തിൽ യേശു ക്രിസ്തുവിനാണ് ദൈവത്തിന്റെ വചനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ വചനം കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനം സത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അർത്ഥം? ഇതിനകത്ത് കാണപ്പെടുന്ന 66 പുസ്തകങ്ങൾ അത് ദൈവത്തിന്റെ വചനമാണ്. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും ദൈവത്തിന്റെ വചനമാണ് എങ്കിൽ ഈ വചനം ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും പറയാം, ദൈവത്തിന്റെ വചനം എന്നത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു മുഴുവനും ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ഈ കുപ്പിക്ക് മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ വചനം മുഴുവനും കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് കുപ്പിയാണെന്ന് കരുതുക, ഈ കുപ്പി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കുപ്പിക്ക് വചനം എന്ന് പറയുന്നു. ഈ വചനം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഈ കുപ്പി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം മുഴുവനും ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം സമം ദൈവത്തിന്റെ കൃപ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സമം ദൈവത്തിന്റെ കൃപയെങ്കിൽ ദൈവത്തിന്റെ വചനം ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു സമം ദൈവത്തിന്റെ കൃപ. അർത്ഥമെന്താ? ഇന്ന് രാത്രി നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭ്യമായി എന്ന പദത്തിന്റെ അർത്ഥം നിനക്ക് ക്രിസ്തുവിന് ലഭ്യമായെന്ന. സ്തോത്രം. ഇന്ന് രാത്രികാലം ജഗതി ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, നിനക്ക് ക്രിസ്തുവിനെ കിട്ടിയപ്പോൾ കിട്ടിയത് മറ്റൊന്നല്ല, ദൈവത്തിന്റെ കൃപയാണ്.
ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, ഈ മഹാനായ സ്വർഗത്തിലെ ദൈവത്തെ നിന്റെ ജീവിതത്തിൽ അംഗീകരിക്കുവാൻ നിനക്കൊരു അവസരം ലഭ്യമായപ്പോൾ നിനക്ക് കിട്ടിയത് മറ്റൊന്നല്ല, ദൈവത്തിന്റെ കൃപ. ആമേൻ. 2 തിമോത്തി അതിന്റെ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മകനെ ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ ശക്തിപ്പെടുക. അവിടെ പറയുന്നു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ കൃപ. അർത്ഥം എന്താ? ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപയെന്ന അർത്ഥം. അവന്റെ വ്യക്തിത്വം, അവൻ ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് യേശുവിനെ കിട്ടിയെങ്കിൽ കിട്ടിയ ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് തകർച്ചയില്ല, അനുഗ്രഹമാണ്. ദൈവത്തിന് കൃപ ലഭ്യമായ വ്യക്തി ഒരിക്കലും തകരത്തില്ല, അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. അങ്ങനെയെങ്കിലും രാത്രിക്കാലം ക്രിസ്തു എന്ന കൃപ ലഭ്യമായാൽ നീ ഒരിക്കലും പതറിപ്പോകുവാൻ ഇടയാകുകയില്ല, നീ ഒരിക്കലും തളർന്നു പോകുവാൻ ഇടയാകുകയില്ല, നീ വിജയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഒരിക്കൽ മോശെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവൻ ഒരിക്കൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. അവനെ പ്രകാരം ദൈവത്തോട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമേ, എനിക്ക് നിന്റെ കൃപ ഒന്ന് ആവശ്യമാണ്, എനിക്ക് നിന്റെ കൃപ ആവശ്യമാണെന്ന് സ്വർഗത്തിലെ ദൈവത്തോട് മോശ പ്രസ്താവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് തിരിച്ചൊരു പദം പറഞ്ഞു, മോശേ, നിനക്ക് ഞാൻ എൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി തരാം. ചോദ്യം, എനിക്ക് നിന്റെ കൃപയൊന്ന് കാണണം. മറുപടി, എന്റെ സാന്നിധ്യത്തിലേക്ക് വെളിപ്പെടുത്താം. അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ കൃപാസമം ദൈവത്തിന്റെ സാന്നിധ്യം എന്നാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ വ്യക്തിത്വത്തെ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ വ്യക്തിത്വം ദൈവത്തിന്റെ കൃപയെ കൊണ്ടുവരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ വ്യക്തിത്വത്തെ കൊണ്ടുവരുന്നുവെങ്കിൽ ആ വെളിപ്പെട്ടു വന്ന ദൈവകൃപ മറ്റൊന്നല്ല, അത് നസ്രയനായ ക്രിസ്തുവാണ്. ആമേൻ. ആ ക്രിസ്തുവിനെ നിനക്ക് ലഭ്യമാകുമ്പോഴാണ് നിന്റെ തകർച്ച വഴിമാറുന്നത്. ആമേൻ. കാൽവരി കൊലമരത്തിലേക്ക് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് അന്നത്തെ റോമൻ പടയാളികളും അന്നത്തെ യഹൂദ മതപുരോഹിതന്മാരുടെ സേവകന്മാരും യേശുവിനെ അടിച്ചു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ ശരീരത്തിലേറ്റ മുറിപ്പാടുകളിലൂടെ രക്തമൊഴുകുവാൻ തക്കവണ്ണം ഇടയായി. അർത്ഥമെന്തുവാ? മാനവജാതിയുടെ പാപപരിഹാരത്തിനായി, അവന്റെ സൗഖ്യത്തിനായി, അവന്റെ വിടുതലിനായി കാൽവരി കൊലമരത്തിൽ യേശു പരിപൂർണമായി തകരപ്പെടുമ്പോഴും അവൻ ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെടുമ്പോഴും അവിടെ വെളിപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ശരീരം മുറിവേൽക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവന് നിന്റെ പാപം പരിപൂർണമായി പരിഹരിക്കുവാൻ ആവശ്യമായ ദൈവകൃപ അവന്റെ ശരീരം പരിപൂർണമായി തകരപ്പെടുമ്പോൾ വെളിപ്പെടുകയായിരുന്നു. അവൻ കാൽവരിയിൽ പരിപൂർണമായി തൂങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യന്റെ സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് മാത്രമല്ല ശാപങ്ങൾക്ക് വേണ്ടി അവൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ തൂങ്ങിക്കിടന്ന അവസ്ഥയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് ദൈവത്തിന്റെ കൃപയായിരുന്നു എന്നത്രേ. ഒരിക്കൽ ക്രിസ്തുവിത പടകിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റുണ്ടായി. ആ കടലെല്ലാം പരിപൂർണമായി ഇളകുകയാണ്. അതേ ശിഷ്യന്മാർ വിചാരിച്ച്, ഞങ്ങളിപ്പോൾ ഈ കടലിലെ പടകിൽ ഈ കോളിളക്കത്തിന്റെ മധ്യത്തിൽ ഞങ്ങളിത് പരിപൂർണമായി മുങ്ങിത്താഴുവാൻ തക്കവണ്ണം പോകുകയാണ്. പക്ഷേ കൃപയുടെ ഉറവിടമായ ക്രിസ്തു അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ കൊടുങ്കാറ്റിനെ നോക്കി ശാസിച്ചു. ശാസിച്ച മാത്രയിൽ കൊടുങ്കാറ്റ് അടങ്ങി. അർത്ഥം എന്തുവാ? കൃപ വെളിപ്പെട്ടപ്പോൾ കൊടുങ്കാറ്റ് ശമിക്കുവാനിടയാകുകയാണ്. ഇന്ന് രാത്രി ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ വെളിപ്പെടേണ്ടത് ഒരു വ്യക്തിയല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയായ ക്രിസ്തു ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ടത് ഈ ഗ്രൗണ്ട് മാത്രമല്ല. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന, നിന്റെ ഭവനത്തിനകത്ത് കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന സകല പൈശാചിക നുകങ്ങളും ഇന്ന് രാത്രി അടങ്ങുകയാണ്. അവന്റെ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തു വെളിപ്പെടുകയാണ്. ക്രിസ്തു വെളിപ്പെട്ടാൽ പിന്നെ രോഗിക്ക് രോഗശാന്തി വെളിപ്പെട്ടിരിക്കും. എനിക്കറിയാം, അതേ നീണ്ട 38 വർഷ കാലഘട്ടമായി അന്ന് കരയിൽ അതേ രോഗബാധിതനായി കിടന്ന ആ മനുഷ്യന്റെ അരികിലേക്ക് കൃപ എന്ന് പറഞ്ഞ ക്രിസ്തു കടന്നു ചെന്നു. കൃപ എന്ന് പറഞ്ഞ ക്രിസ്തു കടന്നു ചെന്ന മാത്രം എന്താ സംഭവ്യമായത്? അവൻ 38 വർഷമായി കിടക്കയിലായിരുന്നുവെങ്കിൽ കൃപ വെളിപ്പെട്ടപ്പോൾ അവനെ കിടക്ക മാറ്റി വിധിക്കപ്പെട്ടു. അവൻ എഴുന്നേൽക്കുവാനിടയായി. വിശ്വസിക്കുന്ന ദൈവവൈദ്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഒരുമിച്ച് അവന്റെ നാമം വെളിപ്പെടുമ്പോൾ കൃപ വെളിപ്പെടും. അവന്റെ നാമം കൃപ നിറഞ്ഞതാണ്. സ്വർഗത്തിലെ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ നാമം കൃപയുള്ള നാമമെന്ന.
അർത്ഥം ക്രിസ്തുവിന്റെ നാമം കൃപ നിറഞ്ഞ നാമമാണ്. ആ നാമം വെളിപ്പെടുമ്പോഴാണ് സകല ശക്തികളും കീഴ്മേൽ മറിയുന്നത്. ആ നാമം വെളിപ്പെടുമ്പോഴാണ് സകല മുടങ്കാലം മടങ്ങുന്നത്. ആ നാമം വെളിപ്പെടുമ്പോഴാണ് സകല നാമത്തിന് മേലായ നാമം വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവന്റെ വ്യക്തിത്വം ദൈവകൃപയെ വെളിപ്പെടുത്തുകയാണ്. രണ്ടവന്റെ നാമം ദൈവകൃപയെ വെളിപ്പെടുത്തുകയാണ്. മൂന്നവന്റെ കാൽവരിയിലെ പ്രവൃത്തി ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ ക്രിസ്തുവിന്റെ മരണത്തിൽ വെളിപ്പെടുന്നുണ്ട്. കാരണം ക്രിസ്തുവിന്റെ മരണം ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. രണ്ട്, ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ കൃപ വെളിപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ഞാൻ കൃപ നിറഞ്ഞവനെന്നാ പറയുന്നത്. അർത്ഥം ദൈവത്തിന്റെ നാമം പോലും അവന്റെ കൃപയാണ്. മൂന്ന്, യേശുവിന്റെ വ്യക്തിത്വം അവന്റെ കൃപയെ വെളിപ്പെടുത്തുകയാണ്. കാരണം വേദപുസ്തകം രേഖപ്പെടുത്തുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാനിടയായി. ഈ കൃപ എന്തിനാ? ഒന്ന്, ഈ കൃപ നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയാണ്. ബലഹീനത നിനക്ക് വെളിപ്പെടുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ആ ദൈവകൃപ വെളിപ്പെടുവാനാ. വർഗീസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മനുഷ്യൻ ഇന്നോ ഇന്നലെയോ മെനഞ്ഞാന്നോ നാലാന്നോ അല്ല, വേറെ വർഷങ്ങൾക്ക് മുമ്പേ, 10-25 വർഷങ്ങൾക്ക് മുമ്പേ താൻ കർത്താവിന്റെ വേലിലേക്ക് പ്രവേശിച്ച കാലഘട്ടം. അന്ന് തന്റെ ഭാര്യ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയായിട്ടായിരുന്നു തന്നോടൊപ്പം സുവിശേഷ വേലയ്ക്ക് വന്നത്. അവർ സുവിശേഷ വേലയിൽ ഏതോ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഭാര്യ വലിയ ഗർഭിണിയാണ്. അവർക്ക് ആ ദിവസങ്ങളിൽ തിന്നാനൊന്നും ഇല്ലായിരുന്നു. രാവിലെയും അവർക്ക് കഴിപ്പാനൊന്നുമില്ല, ഉച്ചയ്ക്കും കഴിപ്പാനില്ല, രാത്രിയും കഴിപ്പാനില്ല. തനത് രാവിലെ സുവിശേഷ കെട്ടുകളും സുവിശേഷ പ്രതികളുമായി ഇറങ്ങി പുറപ്പെടും. അനേകം വീടുകൾ തോറും കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരും. ഇന്നത്തെ പോലെയൊന്നുമല്ല അന്നത്തെ സുവിശേഷ വേലക്കാർ. അവർ കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി പണിയെടുത്താലേ അവർക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അത് പകൽക്കാലവും രാവിലെ ഇറങ്ങി പുറപ്പെട്ട ഭർത്താവിനെ നോക്കി ഭാര്യ വൈകുന്നേരം വരെ കാത്തിരുന്നു, എനിക്ക് എന്തെങ്കിലും കഴിപ്പാൻ കൊണ്ടുവരുമെന്ന്. അത് വൈകുന്നേരമായി ഭർത്താവ് ഭവനത്തിലേക്ക് വന്നു. ഭാര്യ ചോദിച്ചു, എന്തെങ്കിലും കഴിപ്പാനായിട്ട് നീ കൊണ്ടുവന്നു? ഭർത്താവ് പറഞ്ഞു, ഒന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. രാവിലെ സുവിശേഷ പ്രതികളുമായി ഇറങ്ങി പുറപ്പെടുന്ന ഭർത്താവ് വൈകുന്നേരം മടങ്ങി വരുന്നു, ഒന്നുമില്ലാതെ, ഒരു 5 പൈസ പോലും ഇല്ലാതെ. അങ്ങനെ ഒരു നീണ്ട 8 ദിവസങ്ങൾ കടന്നുപോയി. പൂർണ്ണ ഗർഭിണിയായ ഭാര്യ വളരെ പാടുപെട്ടു. ഒരു ദിവസം അവൾ മരിക്കത്തക്ക നിലവാരത്തിലായി. ഒട്ടങ്കീർ വർഗീസ് ആ സ്ത്രീയുടെ അടുക്കലേക്ക് ഇരുന്നു. വളരെയധികം ഭാരപ്പെട്ടു. ശക്തിയുടെ ദൈവത്തെ സ്തുതിച്ചേ. ഉറകെ തന്റെ ഭാര്യയുടെ മേൽ കൈവച്ചിട്ട് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗീയ പിതാവേ, എനിക്ക് എന്റെ ഭാര്യയെ സഹായിപ്പാനായിട്ടൊന്നുമില്ല. അവിടുന്ന് സഹായിച്ചാലേ മതിയാകത്തുള്ളൂ. അവിടുന്ന് എന്റെ ഭാര്യയെ സഹായിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നാവിൽ നിന്നും അറിയാതൊരു പാട്ടിന്റെ ചരണങ്ങൾ വന്നു. താനങ്ങളെ പാടുവാൻ തുടങ്ങി. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. തന്റെ കണ്ണീരെല്ലാം ധാരധാരയായി തന്റെ ഭാര്യയുടെ പുറത്തു വീണു. ആ പാട്ടൊക്കെ പാടിയിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ 16 ദിവസം കടന്നുപോയി. ആ 16 ദിവസം കൊണ്ട് താൻ ഈ പാട്ടിന്റെ വരികൾ മുഴുവനും എഴുതി ചേർത്തു. 16ാമത്തെ ദിവസം പാട്ടിന്റെ വരികൾ എഴുതി പൂർത്തിയാക്കിയപ്പോൾ 16ാമത്തെ ദിവസം തന്റെ ഭവനത്തിന് മുമ്പിൽ പെട്ടെന്നൊരു പോസ്റ്റ്മാൻ വന്നു നിന്നു. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ആരായി? മുട്ടം ഗീ വർഗീസ്. താൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാനാത്. പെട്ടെന്നൊരു കാർഡ് കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ആ കാർഡിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്തൊരു മനുഷ്യൻ വിദേശത്ത് കണ്ടു നിങ്ങൾക്കൊരു കത്തയച്ചിരിക്കുന്നു. അതിനകത്ത് വെറും ഒരൊറ്റ പേരുള്ളൂ, ഗീ വർഗീസ് മുട്ടം. ഈ കേരളത്തിലാകമാനം ഈ കത്ത് പലയിടത്തും കടന്നുപോയി, ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. നീണ്ട 6-7 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് വന്നതാ. പക്ഷേ ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ കൊണ്ട് പലയിടത്തായി ചുറ്റിക്കറങ്ങി. 16 പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഇത് വന്നിരിക്കുകയാണ്. അവനത് പൊട്ടിപ്പൊളിച്ചു നോക്കിയപ്പോൾ തന്റെ ഭാര്യയ്ക്ക് പ്രസവശേഷവും തങ്ങൾക്ക് കഴിയുവാൻ അനേക ദിവസങ്ങൾക്ക് ആവശ്യമായ ധനമെല്ലാം അതിനകത്തുണ്ടായിരുന്നു.
സത്യത്തിൽ ഇവർക്ക് പട്ടിണിയുടെ ദിവസങ്ങൾ ആരംഭിച്ച ദിവസം തന്നെ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് അയച്ചിരുന്നു. പക്ഷേ നീണ്ട 16 ദിവസങ്ങളെത്തി ഇവരുടെ കരങ്ങളിൽ കിട്ടാൻ. പക്ഷേ ഈ 16 ദിവസം കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ ജനത മുഴുവനും പാടി സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റിയ നല്ലൊരു പാട്ട് ഈ മനുഷ്യനെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ തക്കവണ്ണം താമസിപ്പിച്ചത് മറ്റൊരുവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോൾ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയായി വെളിപ്പെട്ട് വരും. അർത്ഥം, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നത് നിന്റെ നാമമോ എന്റെ നാമമോ ഉയരുവാനല്ല, യേശു ക്രിസ്തുവിന്റെ നാമം ദേശത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുവാനാണ്. ഈ കൃപ വെളിപ്പെടുമ്പോൾ എന്റെ ബലഹീനതകൾ പരിപൂർണമായി വഴിമാറും. ഈ ബലഹീനതകൾ എന്റെ ഏതോ പാപങ്ങളല്ല. അതിന്റെ 10ാമത്തെ വാക്യവും 11ാമത്തെ വാക്യവും വ്യക്തമായി പഠിപ്പിക്കുന്ന ഈ ബലഹീനത മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ നാമം നിമിത്തം ഉണ്ടാകുന്ന സകല ഉപദ്രവം, 2 ബുദ്ധിമുട്ട്, 3 കയ്യേറ്റം, 4 പട്ടിണി, ഇവയെല്ലാം ക്രിസ്തുവിന്റെ നാമം മുഖാന്തരം നിനക്ക് വെളിപ്പെടുവാൻ ഇടയായാൽ ഇവയെ പരിപൂർണമായി അതിജീവിക്കുവാൻ നിന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാൻ ഇടയായാൽ ഉപദ്രവമല്ല, ഞെരുക്കമല്ല, വേദനയല്ല, ഇവയെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയ പൈതലെ, ബുദ്ധിമുട്ടിക്കുന്ന പിശാച് വഴിമാറിയിരിക്കും. കാരണം ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന പിശാചിനെ തച്ചുടച്ചുകൊണ്ടാ ദൈവകൃപ വെളിപ്പെടുന്നത്. കാരണം ദൈവകൃപയുടെ ഉറവിടം ക്രിസ്തുവാണ്. ആമേൻ. ഇന്ന് രാത്രികാലം ആ കൃപ ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അവന്റെ നാമത്തിൽ വെളിപ്പെടുന്നുണ്ട്, അവന്റെ വ്യക്തിത്വത്തിൽ വെളിപ്പെടുന്നുണ്ട്, അവന്റെ പേഴ്സണാലിറ്റി വെളിപ്പെടുകയാണ്, അവന്റെ ക്രൂസിലെ മരണത്തിൽ അത് വെളിപ്പെടുകയാണ്. വെളിപ്പെട്ട കൃപയിലേക്ക് ഇന്ന് രാത്രി നീ നോക്കിയാൽ നിന്റെ പാപം വഴി മാറും. സ്തോത്രം പറഞ്ഞേ. കാരണം തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11, 12, 13, 14 വാക്യാദികൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ വരവിൽ നാം പരിപൂർണമായി എടുക്കപ്പെടേണ്ടതിനും 2 വക്രതയുള്ള തലമുറയിൽ നിന്നും നാം പരിപൂർണമായി രക്ഷപ്പെടേണ്ടതിനും ഈ പാപലോകത്തിലെ സകല രാഗമോഹങ്ങളെ പരിപൂർണമായി വർജിക്കേണ്ടതിനും ഈ ദൈവകൃപ നമ്മെ സഹായിക്കുകയാണ്. ഒന്ന്, ബലഹീനതയിൽ നീ രക്ഷപ്പെടുവാൻ ഈ കൃപ നിന്നെ സഹായിക്കുന്നു. 2, ഈ കൃപ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി നീ പ്രത്യാശയുള്ളവനായി തീരുവാൻ നിന്നെ സഹായിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ കൃപ വെളിപ്പെടുമ്പോൾ വർദ്ധിക്കേണ്ട സകല രാഗമോഹങ്ങളെ വർദ്ധിക്കുവാൻ നിന്നെ സഹായിക്കുന്നു. ആമേൻ. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തിന് ആവശ്യം ദൈവത്തിന്റെ കൃപയാണ്. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബലഹീനതയിൽ നിന്നും, നിങ്ങളെ തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുന്ന പാപത്തിന്റെ മോഹങ്ങളിൽ നിന്നും, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും നിന്നെ രക്ഷിച്ചു ക്രിസ്തുവിന്റെ വരവിനായി പ്രത്യക്ഷതയുള്ള പൈതലായി, അതെ, അവന്റെ വരവനായി കാത്തിരിക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപ എന്ന ക്രിസ്തുവാ. ഈ ദൈവത്തിന്റെ കൃപ എന്ന ക്രിസ്തുവിന് ഇന്ന് രാത്രികാലം എനിക്ക് വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ക്രിസ്തുവിന്റെ അസ്തിത്വം, ഈ ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ കൃപ വെളിപ്പെടുന്നു. മാത്രമല്ല, അവന്റെ കാൽവരി മരണത്തിന്റെ ശക്തി എവിടെ വെളിപ്പെടുന്നുവോ അവിടെ കൃപ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രികാലം ഈ ഗ്രൗണ്ടിനകത്ത് അവന്റെ കൃപ വെളിപ്പെട്ടിട്ടുണ്ട്. ആ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഞെരുക്കങ്ങൾ വഴിമാറുകയാണ്. ആ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പിശാച് വഴിമാറുകയാണ്. ആ കൃപ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ തലകൾ കുനിയുകയാണ്. ഈ ക്രിസ്തുവിന്റെ നാമത്തെ സ്തുതിച്ച് ഉറക്കെ പറഞ്ഞ യേശുവേ എന്ന് പറഞ്ഞ്, നീ യേശുവേ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നാമമല്ല നീ വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നീ വിളിച്ചു പറയുന്നത്. ഉറക്കെ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് പറഞ്ഞ് ഉറക്കെ, യേശുവേ ഉറക്കെ. ക്രിസ്തുവിന്റെ വരവനായി നീ പരിപൂർണമായി കാത്തിരിക്കുന്നവനായി മാറുവാൻ നിനക്കാവശ്യം ദൈവകൃപയാ. ഉറക്കെ പറഞ്ഞ അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ. ഉറക്കെ പറഞ്ഞ അവിടുത്തെ കൃപ എന്റെ മേൽ വെളിപ്പെടുത്തണമേ. ഉറക്കെ പറഞ്ഞ് വെളിപ്പെടുത്തണമേ. ഇന്ന് രാത്രികാലം അവന്റെ കൃപ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. അവന്റെ കൃപ വെളിപ്പെടുമ്പോൾ ബലഹീനതകൾ വഴിമാറുന്നു. അവന്റെ കൃപ വെളിപ്പെടുമ്പോൾ അവന്റെ ശക്തി വെളിപ്പെടുന്നു. അവന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാരങ്ങൾ വഴിമാറുന്നു. പിടിച്ചമർന്ന പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ കഴിവുള്ള ദൈവകൃപ പറഞ്ഞേ. ആ പക വഴിമാറട്ടെ, ആ പിണക്കം വഴിമാറട്ടെ, ആ അന്ധകാര ശക്തി വഴിമാറട്ടെ, ആ പാപത്തിന്റെ ശക്തി വഴിമാറട്ടെ, ആ രഹസ്യ പാപ പ്രവണതകൾ വഴിമാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. ഉറക്കെ പറഞ്ഞ കൃപ എന്റെ മേൽ പകരണമേ.